അതുകൊണ്ടല്ലേ നമുക്ക് ഓരോരുത്തർക്കും വീടില്ലേ? ആ ഓരോ വീട്ടിലും നാം കാണാത്ത ഒരനുഭവമുണ്ട്. അടുക്കളയിൽ എന്ത് നടക്കുന്നു നാം കാണുന്നു, ബെഡ്റൂമിൽ എന്തുണ്ട് നമ്മളത് കാണുന്നു, എൻട്രൻസ് ഹാളിൽ ലിവിംഗ് റൂമിൽ എന്തുണ്ട് നമ്മളത് കാണുന്നു, ഡൈനിങ് ഹാളിൽ എന്തുണ്ട് നമ്മളത് കാണുന്നു. അതേ സമയം അറിയുമോ, നിങ്ങളെ വീട്ടിൽ എല്ലാ ദിവസവും 5 തവണങ്ങളിലായി ഒരു കാര്യം നടക്കുന്നുണ്ട്, നിങ്ങളതറിയുന്നില്ല. എന്താണ് ഞാൻ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചതെന്നറിയുമോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഹദീസിൽ കാണാം, ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തദ്കിറത്തുൽ ഖുർത്തുബി എന്ന കിതാബിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ ബൈത്തിൻ, ഏതൊരു വീടുണ്ടോ, അത് സ്വന്തം വീടാകട്ടെ വാടക വീടാകട്ടെ, ഏതൊരാളെ വീടുണ്ടോ, ഇല്ലാ വ മലക്കുൽ മൗത്ത് യഖിഫു അലാ ബാബിഹി ഫീ കുല്ലി യൗമിൻ 5 മർറാത്ത്. ഏതൊരാളെ വീട്ടിന്റെ മുന്നിൽ, അതാ വീട്ടിന്റെ വാതിൽക്കൽ എല്ലാ ദിവസവും അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കുന്ന മലക്കില്ലേ, ആ മലക്ക് എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിന്റെ വാതിൽക്കൽ വന്ന് 5 തവണ നിൽക്കും കേട്ടോ. ഒരിക്കൽ വരുന്നു പോകുന്നു, പിന്നൊരിക്കൽ വരുന്നു പോകുന്നു, മറ്റൊരിക്കൽ വരുന്നു മടങ്ങുന്നു, വേറെ ഒരിക്കൽ വരുന്നു മടങ്ങുന്നു. ഇങ്ങനെ 5 തവണങ്ങളിലായി എല്ലാ ദിവസവും മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം നിങ്ങളെ വീട്ടിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നു. ഇത് പറയുന്നത് നൗഫൽ സഖാഫി അല്ല, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ചില വീട്ടിലേക്ക് നോക്കിയിട്ട് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം ചിരിക്കും. എന്റെ കാരണം അറിയോ? എന്താണ് ഈ വീട്ടുകാരുടെ കഥ? ചില വീട്ടിന്റെ വാതിൽക്കൽ വന്ന് നോക്കുമ്പോൾ സിനിമയുടെ ശബ്ദം കേൾക്കാം. ആ വീട്ടിലെ ഉമ്മമാരും പ്രായം ചെന്ന വയസ്സായ ഉമ്മമാര് വരെ സിനിമ കണ്ടിരിക്കാൻ, പട്ടുറുമാല് കണ്ടിരിക്കാൻ. എത്രയോ ഉമ്മമാരുണ്ട്. ഈ സദസ്സിലുള്ള എല്ലാ ഉമ്മമാരോടും ഞാൻ പറയട്ടെ, ഒരുമ്മ പോലും പട്ടുറുമാല് കണ്ടിട്ട് കണ്ണുകേട് വരുത്താൻ പാടില്ല. അങ്ങനെ കാണുന്ന ഉമ്മമാരാണെങ്കിൽ പിന്നെ ഇൽമിന്റെ സദസ്സിൽ വന്നിരുന്നത് കൊണ്ട് എന്ത് നേട്ടമാ ഉമ്മമാരെ? വയല് കേൾക്കുന്നു, സിനിമ കാണുന്നു, വയല് കേൾക്കുന്നു, സീരിയൽ കാണുന്നു, വയല് കേൾക്കുന്നു, റിയാലിറ്റി ഷോ കാണുന്നു, വയല് കേൾക്കുന്നു, പട്ടുറുമാൽ കാണുന്നു. മൊയ്ലാരെ ഇതിനെന്താ കുഴപ്പം? പട്ടുറുമാലിലുള്ളത് ബദരീങ്ങളെ കുറിച്ചുള്ള പാട്ടല്ലേ എന്നാണ്. പട്ടുറുമാലിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള പാട്ടല്ലേ എന്നാണ്. ഞാൻ പറഞ്ഞോട്ടെ ഉമ്മമാരോട്, ബദരീങ്ങളല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല, സാക്ഷാൽ അള്ളാനെ കുറിച്ചുള്ള പാട്ടാണ് പട്ടുറുമാലുള്ളതെങ്കിൽ തന്നെ കേട്ടുകൂടാ, കടുത്ത തെറ്റാണ്. എന്തേ കാരണം? കാരണം അള്ളാനെ കുറിച്ചുള്ള പാട്ട് നമ്മുടെ കുട്ടികൾ റബീഉൽ അവ്വൽ മാസത്തിൽ ഇവിടെ പാടുന്ന പാട്ടല്ല അത് മ്യൂസിക് കലർത്തിയിട്ടുള്ള പാട്ടാണ്. മ്യൂസിക് കലർന്നിട്ടുള്ള പാട്ട് കേൾക്കുന്നത് തെറ്റാണ്, കുറ്റകരമാണ്. ചില ഉമ്മമാരങ്ങനെയുണ്ട്, ബദരീങ്ങളെ പാട്ട് കേൾക്കാന്ന പട്ടുറുമാലിലൂടെ ഒരു ബർക്കത്തും വീട്ടിലുണ്ടാവൂല, ഉള്ള ബർക്കത്ത് അങ്ങ് പോയി പോകും. അള്ളാഹു നമ്മുടെ വീടുകളിലൊക്കെ ബർക്കത്ത് തരട്ടെ. സുബ്ഹാനല്ലാഹ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വരുന്നു ഉമ്മമാരെ വീട്ടിൽ സിനിമ കാണാൻ? എങ്ങനെ ധൈര്യം വരുന്നു ഉമ്മമാരെ നിങ്ങൾക്ക് വീട്ടിൽ പട്ടുറുമാല് കാണാൻ? എന്തേ കാരണം? എല്ലാ ദിവസവും 5 തവണങ്ങളിലായി മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം നിങ്ങളെ വീട്ടിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നു. എന്തിനാണ് നിൽക്കുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ ഓർഡറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പടച്ചറബിന്റെ ഓർഡർ ഇപ്പൊ വരുമോ? ഇപ്പൊ വന്നാൽ നിങ്ങളെ റൂഹ് പിടിക്കുകയാണ്. അതുകൊണ്ട് സിനിമ കാണുന്ന ഉമ്മമാരോട് പറയട്ടെ, സീരിയൽ കണ്ട് രസിക്കുന്ന ഉമ്മമാരോട് പറയട്ടെ,
അനാവശ്യങ്ങൾ ചെയ്യുന്ന ഉമ്മമാരോട് പറയട്ടെ, സ്വന്തം ഭർത്താക്കന്മാരുണ്ടായിട്ട് ആ ഭർത്താക്കന്മാരെ രാപ്പകലെന്ന വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന് അധ്വാനിച്ച് നിങ്ങൾ ഭർത്താക്കന്മാരെ ധിക്കരിച്ച് കൈവെള്ളയിലുള്ള മൊബൈൽ ഫോൺ കൊണ്ട് കണ്ടുകിട്ടിയ അന്യ ചെറുപ്പക്കാരനോട് വാട്സപ്പിൽ ചാറ്റിംഗ് ചെയ്ത് നിങ്ങൾ സ്വന്തം ഭർത്താക്കന്മാരെ ചീറ്റ് ചെയ്താൽ അറിയണേ, നീ നിന്റെ പ്രൈവേറ്റ് മുറിയിൽ ഇരുന്ന് നിന്റെ അന്യ പുരുഷന്റെ കൂടെ കാമുകന്റെ കൂടെ വാട്സപ്പിൽ ചാറ്റിംഗ് നടത്തിയാൽ നിന്റെ വീട്ടിന്റെ വാതിൽക്കൽ അസ്റായീൽ അലൈഹിസ്സലാം വന്നു പോകുന്നത് മറക്കാൻ പറ്റുമോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഉമ്മമാരെ, ഏത് സമയത്തും നമ്മുടെ വീട്ടിന്റെ വാതിൽക്കൽ എല്ലാ ദിവസവും 5 തവണ അസ്റായീൽ അലൈഹിസ്സലാം വന്നു പോകുന്നു എന്ന കാര്യം മറന്നുകൂടാ.